നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച മുഴുവൻ വാർത്തകളും സമഗ്രമായി പരിശോധിക്കാൻ 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു ചരിത്ര ദിനമാണ്. KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്കിനി ഫ്രീ യാത്ര. കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ പുതുചരിത്രം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഇനി മുതൽ സൗജന്യ യാത്ര. പ്രിയദർശിനി ബസ് യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്ഘാടന യാത്രയുടെ ഭാഗമായി. ചേച്ചി ഒരു പെരുമാതുറ പ്രിയല്ലേ? ഈ സീറോ ടിക്കറ്റിലൂടെ സ്ത്രീകൾ സൗജന്യ യാത്ര തുടങ്ങുന്നു. UDF സർക്കാരിന്റെ അഭിമാന പദ്ധതി. സംസ്ഥാനത്തിന്റെ ഗതാഗത ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ല്. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഇനി യാത്രയ്ക്ക് പണം വേണ്ട. വനിതകളുടെയും ട്രാൻസ്ജെൻഡേഴ്സിന്റെയും പ്രതിനിധികൾക്ക് സീറോ ടിക്കറ്റ് മുഖ്യമന്ത്രി കൈമാറി. സൗജന്യയാത്ര ഔദാര്യമല്ലെന്നും സ്ത്രീകൾക്കുള്ള ആദരവെന്നും മുഖ്യമന്ത്രി. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാ. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയിൽ വലിയ വഴിത്തിരിവെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഒരു വ്യത്യാസവുമില്ലാതെ ഏതൊരു സ്ത്രീക്കും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമില്ലാതെ ധൈര്യമായി സ്വന്തം വീട്ടിൽ കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ഇനി KSRTC ഓർഡിനറി ബസ്സിൽ കയറി ചെല്ലാം. തമ്പാനൂരിൽ നിന്ന് ഓർഡിനറി ബസ്സിൽ കയറി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചരിത്രയാത്രയുടെ ഭാഗമായി. VP ഷീലയും ജയകുമാരിയും ഉദ്ഘാടന ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറുമായി. സന്തോഷവും അഭിമാനവുമെന്ന് ഇരുവരുടെയും പ്രതികരണം. വളരെ സന്തോഷം, അഭിമാനം. സാർ എന്നെ അന്വേഷിച്ച് എന്നെ കൊണ്ടുവന്നില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ചരിത്രം KSRTCയിൽ ആദ്യമായിട്ട്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമാകാൻ ഫസ്റ്റ് PFT ടിക്കറ്റ് അത് കൊടുത്തത്. സംസ്ഥാനത്തെ ഡിപ്പോകളിൽ മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും നടന്നു. UDF പ്രവർത്തകർ പായസം വെച്ചും മധുരം വിതരണം ചെയ്തും അഭിമാന പദ്ധതി ആഘോഷമാക്കി. പ്രിയദർശിനി പദ്ധതിക്ക് പരമാവധി പ്രചാരണം നൽകാനാണ് പാർട്ടി ഘടകങ്ങൾക്ക് KPCCയുടെ നിർദ്ദേശം. ചില സ്വപ്നയാത്രകൾ തുടങ്ങുന്നത് വിമാനത്തിലാകണമെന്നില്ല. അത് ഓർഡിനറി ബസ്സുകളിൽ കൂടിയാണ്. ഒരു വിഭാഗം സ്ത്രീകളുടെ ആത്മവിശ്വാസത്തിന്റെ നെടുന്തൂണുകൂടിയാകുന്നുണ്ട് ഈ യാത്ര. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പ്രിയദർശിനി സൗജന്യ യാത്രയുടെ സന്തോഷത്തിൽ ട്രാൻസ്ജെൻഡേഴ്സും സർക്കാരിന്റെ അഭിമാന പദ്ധതിയിൽ ഓർത്തതിന് നന്ദി എന്നാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രതികരണം. യാത്രാ ചരിത്രത്തിന്റെ ഭാഗമാക്കിയത് അംഗീകാരമെന്ന് ട്രാൻസ്ജെൻഡേഴ്സ്. പലയിടത്തും മാറ്റി നിർത്തപ്പെടലിന്റെ നീറ്റലുള്ളപ്പോഴും ചേർത്ത് പിടിച്ചതിനും ഓർത്തതിനും നന്ദിയെന്ന് ട്രാൻസ്ജെൻഡേഴ്സ് പറയുന്നു. ഞങ്ങളുടെ UDFന്റെ സർക്കാർ ഇത്രത്തോളം ഞങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾക്കും എല്ലായിടത്തും ഉല്ലസിച്ചു പോവാൻ ഞങ്ങളുടെ UDF സർക്കാർ അങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നു. വളരെ സന്തോഷമുണ്ട്. മുഖ്യമന്ത്രി ആദ്യ ടിക്കറ്റ് നൽകിയതിലും ഒരു ട്രാൻസ്ജെൻഡർ പ്രതിനിധി ഉണ്ടായിരുന്നു. ബസ്സിനുള്ളിലെത്തിയവരെ മധുരം നൽകിയാണ് ജനപ്രതിനിധികൾ സ്വീകരിച്ചത്. സൗജന്യ യാത്രയ്ക്കായി പ്രത്യേക തിരിച്ചറിയൽ കാർഡോ സർക്കാർ നൽകുന്ന ID കാർഡോ ട്രാൻസ്ജെൻഡേഴ്സ് കയ്യിൽ കരുതണം. ഒരു കാലത്ത് സമൂഹത്തിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള പരിഗണനയും സന്തോഷവും സ്നേഹവും ഒന്നുമില്ലാതെ മാറ്റി നിർത്തപ്പെട്ടവർ ഇന്നവർക്ക് സന്തോഷവുമുണ്ട്, പരിഗണനയുമുണ്ട്. അതും പ്രിയദർശിനി എന്ന സൗജന്യ പദ്ധതിയിലൂടെ.
ആലപ്പുഴയിൽ നിന്നും ഷിബിൻ ബഷീറിനൊപ്പം ആൻമരിയ സനി, 24. പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നു. നേരത്തെ പറഞ്ഞതല്ല നടപ്പാക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ സൗജന്യയാത്ര അനുവദിക്കണമെന്ന നിർദ്ദേശവുമായി മുൻഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്തെത്തി. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ആശ്വാസമാകുന്ന പ്രിയദർശിനി പദ്ധതിയെ പ്രതിപക്ഷം തുറന്നെതിർക്കുന്നില്ല. മുഴുവൻ ബസ്സുകളിലും പദ്ധതി നടപ്പാക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. UDF-ന്റേത് വാഗ്ദാന ലംഘനമെന്നാരോപിച്ച് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നു. ഇല്ല, പങ്കെടുക്കുന്നില്ല. അതൊരു രാഷ്ട്രീയ തട്ടിപ്പാണ്. അന്ന് പറഞ്ഞ രീതിയിലല്ലല്ലോ ഇന്നിപ്പോൾ സൗജന്യ യാത്ര പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ ബസ്സിലും സൗജന്യയാത്ര നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷം. സൗജന്യയാത്ര നല്ല കാര്യമല്ലേ, എല്ലാവർക്കും കൊടുക്കണം. സൗജന്യയാത്ര ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ അവരതിനു വേണ്ടി ചില കാര്യങ്ങൾ, ഓഫറുകൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. അത് നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. മലയാളികളെ കൂട്ടത്തോടെ പറ്റിക്കുന്ന പരിപാടിയാണ് സൗജന്യയാത്രയെന്ന് BJP വിമർശനം. ഓർഡിനറി ബസ്സുകളിൽ ഭൂരിഭാഗവും ഒറ്റ ദിവസം കൊണ്ട് സിറ്റി ഫാസ്റ്റാക്കി സൗജന്യയാത്രാ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് BJPയുടെ ആരോപണം. മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യയാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് BJP വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ഇനി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ച് മരിച്ചവരുടെ എണ്ണം 4 ആയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ സ്ഥിരീകരിച്ച യുവാവിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. സംസ്ഥാനത്ത് ആശങ്കയായി ഷിഗല്ല വ്യാപനം തുടരുന്നതിനിടയിലാണ് രോഗം സ്ഥിരീകരിച്ച 7 വയസ്സുകാരന്റെ മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശുകേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം കോഡൂർ സ്വദേശി ആർജവാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ഈ മാസം 12-നാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ച് മരിച്ചവരുടെ എണ്ണം 4 ആയി. 135 കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. അതിലേറ്റവും കൂടുതൽ കേസുകൾ കോഴിക്കോട് ജില്ലയിലും. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ഊർജിതമാക്കിയെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനിലയും മാറ്റമില്ലാതെ തുടരുകയാണ്. മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിലാണ് രോഗിയുള്ളത്. സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് ഒരാൾക്ക് പോലും, ഈ രോഗി ഒഴിച്ച് ബാക്കി ഒരാൾക്ക് പോലും സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോഴും ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഞങ്ങൾ ടെസ്റ്റ് വ്യാപിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് മറച്ചു വയ്ക്കാനല്ല, ടെസ്റ്റ് വ്യാപിപ്പിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷം രോഗിക്ക് ഒരു ഡോസ് കൂടി മോണോക്ലോണൽ ആന്റിബോഡി നൽകുന്നത് പരിശോധിക്കും. 24 കോഴിക്കോട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ റെയ്ഡിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ്. 7 പ്രതികളുമായിട്ടാണ് തെളിവെടുപ്പ് നടത്തിയത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, തെളിവെടുപ്പ് തുടരുകയാണോ? അല്പസമയം മുൻപാണ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ഘട്ടം ഘട്ടമായി ഓരോ പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങിയാണ് നിലവിൽ ഇപ്പോൾ SIT തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയത്. 18 മുതൽ 24 വരെയുള്ള 7 പ്രതികളുമായിട്ടാണ് അല്പസമയം മുൻപ് തെളിവെടുപ്പ് നടന്നതിൽ മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണിയും അതേപോലെ ചാല ഉണ്ണി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് SIT നീക്കം. ഈ ഉന്നതരുടെ ഇക്കാര്യത്തിൽ ഇടപെടൽ, അതായത് ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങവേ അവരെ ആക്രമിച്ച സംഭവത്തിൽ ഉന്നതരായിട്ടുള്ള ആരുടെയെങ്കിലും പങ്കുണ്ടോ അടക്കമുള്ള കാര്യങ്ങളിൽ SIT അന്വേഷണം തുടരുകയാണ്. മാത്രമല്ല നിലവിൽ ഇപ്പോൾ 26 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചില ഡ്രോൺ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ആളുകളുടെ പങ്ക് ഇക്കാര്യത്തിലുണ്ടെങ്കിൽ അവരെ കൂടി പ്രതിപട്ടികയിൽ ചേർക്കും. അതിനുശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടിയിലേക്ക് കടക്കുക. അനുജ. പിണറായി വിജയന്റെ തിരുവനന്തപുരത്ത് വസതിയിലെ റെയ്ഡിനിടെയാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പ്രതികളുമായുള്ള തെളിവെടുപ്പ് നടന്നത്. അത് അവസാനിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. അടുത്ത വാർത്ത. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CMRL MD SN ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയെ ED ചോദ്യം ചെയ്യുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് ഉടമയുമായ വീണ T ബുധനാഴ്ചയാണ് EDക്ക് മുന്നിൽ ഹാജരാകേണ്ടത്. CMRL എക്സാലോജിക് ഇടപാടിലെ ED അന്വേഷണം 2ാം ഘട്ടത്തിലേക്ക് കടന്നു. CMRL MD ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരായി. നിപുണ ഇന്റർനാഷണൽ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഷിബി. CMRL MD ശശിധരൻ കർത്തയുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് നിപുണ ഇന്റർനാഷണൽ. CMRLന്റെ ചരക്ക് ഗതാഗതത്തിന് വാഹനം നൽകിയിരുന്നത് നിപുണയാണ്. ഈ വാഹനങ്ങളിലാണ് CMRLന്റെ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും കൊണ്ടുപോയിരുന്നത്.
വ്യാജ ചെലവുകൾ കാണിച്ചായിരുന്നു CMRLന്റെ 182 കോടിയുടെ ഇടപാടുകളെന്ന് നേരത്തെ വിവിധ ഏജൻസികൾക്ക് ബോധ്യമായിരുന്നു. ഷിബിക്ക് പുറമെ അനിൽ ആനന്ദപ്പണിക്കരും ശരണസ് കർത്തയും നിപുണയുടെ ഡയറക്ടർമാരാണ്. നിപുണ ഇന്റർനാഷണലിലും നേരത്തെ ED റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഷിബിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. CMRLന്റെ 9 പേർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ശരണസ് കർത്ത അടുത്ത ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാവും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയോട് ബുധനാഴ്ച ഹാജരാകാനാണ് ED നിർദ്ദേശം. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയും പത്തനംതിട്ടയിലെ മുതിർന്ന CPIM നേതാവുമായ A. പത്മകുമാറിനെതിരെ നടപടി തീരുമാനിക്കാൻ നിർണായക പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിന് തുടക്കമായി. പത്മകുമാറിനെ പുറത്താക്കാൻ CPIM ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തേക്കും. പാർട്ടി നടപടി വരാനിരിക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി A. പത്മകുമാർ രംഗത്ത് വരികയാണ്. ആത്മകഥയിലൂടെ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്നാണ് A. പത്മകുമാറിന്റെ വെല്ലുവിളി. അതിനു മുന്നോടിയായി ശബരിമല യുവതീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിലെ ചില വിവരങ്ങൾ പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തി. ശബരിമല മേൽശാന്തി തിരഞ്ഞെടുപ്പിൽ മന്ത്രി ഇടപെട്ട് കത്ത് നൽകിയെന്നുള്ളതായിരുന്നു പത്മകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തൽ. താൻ നിർദ്ദേശിക്കുന്നയാളെ നിയമിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ആവശ്യം. ഇപ്പോൾ പേര് പറയുന്നില്ലെങ്കിലും ആത്മകഥയിൽ ഈ കത്തുൾപ്പെടെ പ്രസിദ്ധീകരിക്കുമെന്നും പത്മകുമാർ മുന്നറിയിപ്പ് നൽകി. ചില യുവതികളെ സന്നിധാനത്തെത്തിക്കാൻ MLAയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നു. ഇത് താൻ തടഞ്ഞെന്നും പത്മകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞു. യുവതീ പ്രവേശന സമയത്ത് തിരുവനന്തപുരത്തേക്ക് ദേവസ്വം ബോർഡിന്റെ വാഹനത്തിലാണ് പോയത്. ലോഗ് ബുക്ക് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ അറിയാമെന്നും പത്മകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞു. ഫോൺ കോളുകൾ പരിശോധിക്കാമെന്നും പത്മകുമാർ പറയുന്നു. അതിനിടെ പത്മകുമാറിനെതിരായ പാർട്ടി നടപടി ചർച്ച ചെയ്യാൻ നിർണായകമായ CPIM ജില്ലാ നേതൃയോഗം പുരോഗമിക്കുകയാണ്. മുതിർന്ന നേതാക്കളായ തോമസ് ഐസക്കിന്റെയും സജി ചെറിയാന്റെയും നേതൃത്വത്തിലാണ് ജില്ലാ കമ്മിറ്റി. പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ആത്മകഥ ഇതിലൊന്നും വീഴേണ്ടതില്ലെന്നാണ് നേതാക്കളുടെ നിലപാട്. 24, പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന പൂർത്തിയായി. ഇളക്കിയെടുത്ത പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു. ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യത്തിലാണ് SIT സംഘം വീണ്ടും ശബരിമലയിലെത്തിയത്. ശബരിമല സ്വർണ്ണക്കവർച്ചയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ശബരിമലയിൽ പരിശോധന നടത്തിയത്. ഹൈക്കോടതിക്ക് അടുത്ത ദിവസം റിപ്പോർട്ട് നൽകണമെന്നിരിക്കെയായിരുന്നു വീണ്ടും ശാസ്ത്രീയ പരിശോധന. ശ്രീകോവിലിന് മുമ്പിലെ പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയും സ്വർണ്ണപ്പണിക്കാരുടെ സഹായത്തോടെ SIT സംഘം ഇളക്കിയെടുത്തു. തുടർന്ന് ലീഗൽ മെട്രോളജി വിഭാഗത്തിന് നൽകി അളവും തൂക്കവും പരിശോധിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ SIT സംഘത്തലവൻ S. ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മിഥുനമാസ പൂജകൾക്ക് ശബരിമല നട ഇന്നലെ വൈകിട്ട് 5-ന് തുറന്നതിനൊപ്പമാണ് SIT സംഘം പരിശോധന ആരംഭിച്ചത്. കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെയും SITക്ക് കഴിഞ്ഞിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ന്യൂനതയുണ്ടെങ്കിൽ പുനരന്വേഷണം നടത്തുമെന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. SITയുടെ ചാർജ് ഷീറ്റിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റൂ. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് ഷീറ്റിലെ കാര്യങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ ഇടപെടും. കേസിൽ 13 പ്രതികളാണുള്ളത്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. പഴുതടച്ചുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കാലതാമസമുണ്ടാവുന്നത്. കുറ്റപത്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളുണ്ടെങ്കിൽ പ്രതികൾ രക്ഷപ്പെടും. അങ്ങനെ വന്നാൽ തുടരന്വേഷണമോ പുനരന്വേഷണമോ ഉണ്ടാവുമെന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. സന്നിധാനത്ത് നിന്ന് ക്യാമറാമാൻ ജിനുവിനൊപ്പം S. വിനേഷ് കുമാർ, 24. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ദേവസ്വം മന്ത്രി K. മുരളീധരൻ. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ഉദ്യോഗസ്ഥരെ ദേവസ്വം ബോർഡ് ഉന്നത സ്ഥാനങ്ങളിൽ നിയോഗിച്ചു. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ദേവസ്വം ബോർഡിനും കൊള്ളയിൽ പങ്കുള്ളതായി കണക്കാക്കുമെന്നാണ് മന്ത്രിയുടെ നിലപാട്. ഞാൻ മിഞ്ഞാന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഉത്തരവ് അത് നടപ്പാക്കരുത്, പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതവർ നടപ്പാക്കുന്നില്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഇത് തുടർച്ചയാണല്ലോ. LDF സർക്കാരിൻ്റെ ഭാഗമായിട്ടാണല്ലോ. ജയകുമാർ എന്ന് പറഞ്ഞാൽ തികച്ചും നിഷ്പക്ഷനായിട്ടുള്ള ആളായതുകൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത്. പക്ഷേ മിനിഞ്ഞാന്നത്തെ ട്രാൻസ്ഫറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുത്തിയില്ലെങ്കിൽ നിലവിലുള്ള ദേവസ്വം ബോർഡും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള ധാരണയിൽ സർക്കാർ മുന്നോട്ട് പോയി. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലിന് നേരെ വീണ്ടും ആക്രമണമെന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. കപ്പലിൽ 21 ഇന്ത്യക്കാരുള്ളതായി വിവരമുണ്ട്. ഹോങ്കോങ് പതാകയുള്ള കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഇപ്പോൾ ഒരു തുടർക്കഥ എന്ന രീതിയിലേക്കാണ് ആ വാർത്തകൾ വരുന്നത്. ഇതിന്റെ വിശദാംശം എന്താണ്? ജീവനക്കാരൊക്കെ സുരക്ഷിതരാണ് എന്ന വിവരം കൂടിയുണ്ടല്ലോ, ആശ്വാസകരമായ വാർത്ത.
അനുജ, തുടർച്ചയായി ഇന്ത്യൻ ജീവനക്കാരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 4ാമത്തെ ആക്രമണമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹോങ്കോങ് പതാകയുള്ള ഒരു വാണിജ്യ കപ്പൽ, അത് എണ്ണ ടാങ്കറാണ്, എണ്ണ രാസ ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ കപ്പലിൽ 21 ഇന്ത്യൻ ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. അത് ഇത്തരത്തിൽ കപ്പൽ ജീവനക്കാരുടെ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കപ്പലിന് ഗുരുതരമായ കേടുപാടുകൾ ഈ ആക്രമണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഡ്രോൺ ഉപയോഗിച്ച് കൃത്യം ലക്ഷ്യത്തിലേക്ക്, എഞ്ചിൻ റൂമിലേക്ക് നടത്തിയ ഒരു ആക്രമണമായിരുന്നു ഈ കപ്പലിന് നേരെ ഉണ്ടായിരുന്നത്. US കപ്പലിൽ നിന്നാണ് ഈ ഡ്രോൺ എത്തിയത് എന്നുള്ളതാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ കപ്പൽ ഫുജൈറ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. കപ്പലിലുണ്ടായിരുന്ന 21 ഇന്ത്യൻ ജീവനക്കാർ, അവർ എല്ലാവരും തന്നെ സുരക്ഷിതരാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശരി, ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആശങ്കയ്ക്ക് ഉള്ള സാഹചര്യമില്ല, എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണ് എന്ന വിവരമാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ഒമാൻ തീരത്ത് മുങ്ങിയ പായ്ക്കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ജീവനക്കാരെ നേരിൽ കണ്ട് ഒമാനിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി. ഇന്ത്യൻ ജീവനക്കാർ നിലവിൽ ചരക്ക് കപ്പലായ ജാൽബീറിൽ തുടരുകയാണ്. ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങും. കൊല്ലപ്പെട്ട നാവികർക്ക് അമേരിക്ക $5 മില്യൺ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ഇന്ത്യൻ നാവികരുടെ സംഘടന ഫോർവേഡ് സീമൻ യൂണിയൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം വിമർശനം കടുപ്പിച്ചതിന് പിന്നാലെ RSS പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർക്കെതിരെ മന്ത്രിമാർ രംഗത്ത്. നടപടി തെറ്റെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചപ്പോൾ ആദ്യം മാപ്പ് പറയേണ്ടത് പിണറായി വിജയൻ എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും VC-മാരെ തള്ളി രംഗത്തെത്തിയിരുന്നു. കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമൽ, MG സർവകലാശാല VC ഡോക്ടർ D മാവൂദ്, മലയാളം സർവകലാശാല VC ഡോക്ടർ CR പ്രസാദ് എന്നിവരാണ് തിരുവനന്തപുരത്ത് നടന്ന RSS പരിപാടിയിൽ പങ്കെടുത്തത്. വിവാദത്തിൽ സർക്കാരിന്റെ മൗനം ഉൾപ്പെടെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. ഗവർണറോടുള്ള നിലപാടും സർവകലാശാല നിയമഭേദഗതി ബില്ലും ചർച്ചയാക്കി സർക്കാരിനെ കടന്നാക്രമിച്ചതിനു പിന്നാലെ VC-മാരെ തള്ളി മുഖ്യമന്ത്രി രംഗത്തെത്തി. പിന്നാലെയാണ് മറ്റു മന്ത്രിമാരും നിലപാട് വ്യക്തമാക്കിയത്. അത് ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. RSSന്റെ പരിപാടിയിൽ VC-മാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല. അവരത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 4 VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തെന്നും ആദ്യം മാപ്പ് പറയേണ്ടത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവെന്നും മന്ത്രി കെ മുരളീധരൻ. അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണം. അദ്ദേഹത്തിന്റെ കാലത്ത് 4 VC-മാർ പങ്കെടുത്തു. ഇത്തവണ 3 പേരെ പങ്കെടുത്തിട്ടുള്ളൂ. അതിനെ മുഖ്യമന്ത്രി ശക്തമായി വിമർശിച്ചു. പക്ഷേ അത് ശരിയല്ല. ഒരു മതത്തിന്റെ മാത്രം പേര് പറഞ്ഞ് നടത്തുന്ന സമ്മേളനങ്ങളിൽ എല്ലാ വിഭാഗത്തിനും വിധാനം ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലെ VC-മാർ പങ്കെടുക്കാൻ പാടില്ല. അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് മന്ത്രി KM ഷാജി ഒഴിഞ്ഞുമാറി. തെറ്റാണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ മന്ത്രിക്ക്? ഞാനിപ്പോൾ അതിൽ അഭിപ്രായം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കത് ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. മോഹൻ ഭാഗവത് പങ്കെടുത്ത സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന പരിപാടിയിലാണ് 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത്. 24 തിരുവനന്തപുരം. അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ SI രേഷ്മ എന്നിവർക്കെതിരെ കോടതിയെ സമീപിച്ച നടി അൻസിബ ഹസൻ. ക്രിമിനൽ നടപടി പ്രകാരം ഇവർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഈ മാസം 17-നകം റിപ്പോർട്ട് നൽകാൻ പോലീസിന് തൃപ്പൂണിത്തുറ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി നിർദ്ദേശം നൽകി. ഫിഫ ലോകകപ്പിൽ കരുത്തരായ സ്പെയിനും ബെൽജിയവും ഇന്ന് കളത്തിൽ. സ്പെയിൻ രാത്രി 9:30 നടക്കുന്ന കളിയിൽ കേപ്പ് വെർദയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയത്തിന്റെ എതിരാളികൾ ഈജിപ്റ്റാണ്. യൂറോപ്പിന് ശേഷം ലോകം കീഴടക്കാൻ സ്പാനിഷ് അർമാഡകൾ. മുന്നേറ്റത്തിൽ ലെമിൻ യമാൽ, നിക്കോ വില്യംസ്, ഡാനി ഓൾമോ. മധ്യനിരയെ ചലിപ്പിക്കാൻ പെഡ്രി, റോഡ്രി, ഗാവി, ഫാബിയാൻ റോയ്സ്. പ്രതിരോധത്തിൽ ഐമറിക് ലപ്പോർത്തയും കുബാർസിയും മാർക്ക് കുക്കേറയും. ഗോൾ വല കാക്കാൻ ഉനായ് സിമോണും ഡേവിഡ് റേയും യുവാൻ ഗാർസിയും. കിടലൻ പ്ലേയിങ് 11ഉം അതിനോട് കിടപിടിക്കുന്ന ബെഞ്ച് സ്ട്രെങ്ത്തുമായി ലോക ഫുട്ബോളിലെ ഡ്രീം ടീമുകളിലൊന്നാണ് ലൂയി ഡി ലാ ഫ്യൂൻഡയുടെ സ്പെയിൻ. എതിരാളികളെ പന്ത് തൊടിയിക്കാതെ ഓൾ ഔട്ട് അറ്റാക്കാണ് ഫ്യൂൻഡയുടെ തന്ത്രം. ആദ്യ ലോകകപ്പ് എന്ന സന്തോഷത്തോടെ എത്തുന്ന കേപ്പ് വെർദയോട് ഒരു ദയയും ലാ റോജ കാണിക്കാൻ ഇടയില്ല. കാൽപന്തുകളിയിലെ അടുത്ത രാജാവെന്ന ഫുട്ബോൾ പണ്ഡിറ്റ്സും ആരാധകരും വാഴ്ത്തുന്ന ലെമിൻ യമാലിന്റെ ലോകകപ്പ് അരങ്ങേറ്റം കൂടിയാകും മത്സരം. സുവർണ തലമുറയിലെ പലരുടെയും
അവസാന ലോകകപ്പിലെങ്കിലും മോഹിച്ച കിരീടം സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയിലെത്തുന്ന ബെൽജിയത്തിന്റെ എതിരാളികൾ മുഹമ്മദ് സലായുടെ ഈജിപ്ത്. കെവിൻ ഡുബ്രൂയിനെ, തിബോ കോർത്തുവ, റൊമേൽ ലുക്കാക്കു, ട്രോസാഡ്, ജെറമി ഡോക്കു എന്നിവരടങ്ങിയ ബെൽജിയം ഖത്തറിലെ ഗ്രൂപ്പ് റൗണ്ട് എക്സിറ്റ് മറന്ന ഇത്തവണ ഗ്രൂപ്പ് ജിയിലെ ജേതാക്കളാകാമെന്ന് മോഹിക്കുന്നു. ഇതിഹാസ താരം മുഹമ്മദ് സലയുടെ അവസാന ലോകകപ്പ് അവിസ്മരണീയമാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഈജിപ്തും. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.